അപ്പോൾ നമ്മുടെ ഓസ്കാർ കുട്ടൻ എന്താ പറയുക, മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ 2 ഗപ്പി കുഞ്ഞുങ്ങളെ കൊടുത്തു. അതിനെയൊക്കെ അദ്ദേഹം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇദ്ദേഹത്തിനെ നമ്മുടെ ഈ കുഞ്ഞു കുടിലിൽ നിന്നും ആ വലിയ കൊട്ടാരത്തിലേക്ക് മാറ്റുന്ന ചടങ്ങാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതിനായി നമ്മൾ അവനെ സജ്ജീകരിച്ച ഈ കൊട്ടാരം ഒന്ന് കാണണം. ഇതിൽ നമ്മൾ ചെറിയൊരു ഗുഹ പോലെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇവൻ ഈ വലയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളിവനെ നേരെ അങ്ങ് കൊണ്ടുപോകും, അങ്ങ് ദൂരെയുള്ള ആ വലിയ കൂടാരത്തിലേക്ക്. വാടാ കുട്ട എന്ന് വിളിച്ചപ്പോൾ വരുന്നില്ല. അങ്ങനെ നേരെ ഞാൻ അതിലേക്ക് അങ്ങ് എടുത്തിട്ടു. അങ്ങനെ ആ യാത്ര തുടരുകയാണ് ഗൈസ്. മെല്ലെ മെല്ലെ നടന്ന് അവൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ വലിയ ഫ്രിഡ്ജ് ബോക്സിലേക്ക് അവനെ അങ്ങ് ഇറക്കി വിടുകയാണ് ഗൈസ്. ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ നമ്മൾ അവനെ തുറന്നു വിട്ടിരിക്കുകയാണ് ആ വിശാലമായ ആ വലിയ ഫ്രിഡ്ജ് ടാങ്കിൽ. അവനിനി ആഘോഷിക്കട്ടെ, തിമിർക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അങ്ങനെ ഒരു ഗുഹ നമ്മൾ സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് പോയിട്ടൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ആ ഗുഹയിൽ കയറി കിടക്കുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്തിട്ട് ഇനി ഇതിനെ കൂട്ടായി ഒരു ഓസ്കാറിന് മേടിക്കണം വേണ്ടെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കണം. അതിന് ഒരെണ്ണം മതിയോ? അപ്പോൾ നിങ്ങൾ പറയൂ, വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ മേടിക്കുന്നു പറഞ്ഞാൽ നോക്കി നോക്കാം. ഓക്കെ.